എല്ലാവർക്കും തേർഡ് ഡേ വിസ്പേഴ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഇത് 2025 ജൂൺ 1 തീയതി മുതൽ ജൂൺ 7 തീയതി വരെയുള്ള ഒരു വീക്ക്ലി റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും കാണാവുന്നതാണ്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നത് മാത്രം എടുക്കുക, അല്ലാത്തവ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിനുള്ള നമ്പർ വാട്സാപ്പ് നമ്പറാണ്, അത് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഈ ഒരാഴ്ചത്തെ 7 ദിവസങ്ങൾക്കായി ഓരോ കാർഡുകൾ എടുത്ത് വെച്ചിട്ടുണ്ട്. കാർഡുകളുടെ പേര് ഞാൻ പറയാം. ജഡ്ജ്മെൻറ്റ്, 9 ഓഫ് വാൻസ്, ഏസ് ഓഫ് കപ്സ്, 8 ഓഫ് വാൻസ്, 6 ഓഫ് വാൻസ്, 5 ഓഫ് കപ്സ് ആൻഡ് ദ ലവേഴ്സ്. ലവേഴ്സ് കാർഡ് ഒന്ന് മറച്ചു വെച്ചിട്ടുണ്ട്. യൂട്യൂബിൻ്റെ പോളിസിക്ക് ന്യൂഡിറ്റി അങ്ങനെ എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. നിങ്ങൾ കാർഡ് കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലേ. അപ്പോൾ നമുക്ക് ആ റീഡിങ്ങിലേക്ക് ആദ്യത്തെ കാർഡ് മുതൽ തുടങ്ങാം. ഫസ്റ്റ് ഡേ 1ൻ്റെ കാർഡ് ജഡ്ജ്മെൻ്റാണ്. ഈ ആഴ്ച തുടങ്ങുന്നത് ഒരു സ്ട്രോങ് സ്പിരിച്വൽ കോളിങ്, നമുക്ക് ഒരു ആത്മീയമായ ഒരു ഉൾവിളി നമുക്കുണ്ടാകുന്നു. അതായത് നമ്മളൊരു ഇന്ന് തീരുമാനിക്കണം, ഈ ആഴ്ച മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നു. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒരു ആത്മീയമായ ഉൾവിളി ഉണ്ടാകുന്നത് നമുക്കൊരു ഇൻട്രോസ്പെക്ഷൻ നടത്താൻ തോന്നും. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തത് നമുക്ക് പാസ്റ്റിൽ ചെയ്തതൊക്കെ അത്ര നല്ലതെന്ന് തോന്നുന്നില്ല. ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ ലെറ്റ് ഗോ ചെയ്യണം. പുതിയതായിട്ട് ഒന്നുകൂടെ നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞതൊക്കെ അനലൈസ് ചെയ്തിട്ട് വേണ്ട തിരുത്തലുകൾ വരുത്തി നമുക്ക് കുറച്ചുകൂടെ നല്ല ഒരു നമ്മുടെ തന്നെ ഒരു ബെസ്റ്റ് വേർഷന് ഈ ആഴ്ച മുതൽ നമുക്കൊന്ന് ചെയ്യണം എന്നൊരു ഫീലിംഗ് നമുക്കുണ്ടാകും. അപ്പോൾ നമ്മളെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സൊക്കെ കുറച്ചുകൂടെ നല്ലതാകും. കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ നമുക്കൊരു നെഗറ്റീവ് ചിന്തകളുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഈ ആഴ്ച മുതൽ കുറച്ച് ചിന്തകളൊക്കെ പോസിറ്റീവ് ആകണം. പിന്നെ നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ കരിയറിലും നമ്മുടെ ജീവിതത്തിലും ഒക്കെ ഉള്ള ചില പ്രവൃത്തികൾ, പിന്നെ ചില ആളുകളുമൊക്കെ ആയിട്ടൊരു നമ്മൾ എന്തെങ്കിലും ആവശ്യമില്ലാതെയൊക്കെ ദേഷ്യപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടൊക്കെ അതൊക്കെ ഒന്ന് ക്ഷമിച്ചിട്ട് നല്ല രീതിയിൽ, അപ്പോൾ നമ്മുടെ കരിയറിലും ബന്ധങ്ങളിലും ചിന്തകളിലും എല്ലാം മാറ്റം വരുത്തിയിട്ട് നമ്മുടെ ഒരു ഹയർ വെർഷൻ ഓഫ് അവർ സെൽഫ് ആക്കി തീരാനുള്ള ഒരു സ്ട്രോങ് സ്പിരിച്വൽ കോൾ നമുക്ക് ഈ ആഴ്ച തുടങ്ങും. ഫസ്റ്റ് ഡേയിൽ ഒന്ന് നമുക്കുള്ളിൽ നിന്നുണ്ടാകും. ഇനി സെക്കൻഡ് കാർഡ് 9 ഓഫ് വാൻസ് ആണ്. നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം, ചില ബുദ്ധിമുട്ടുകളിൽ നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മളൊരു ചില ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ മാനസികമായിട്ട് വല്ലാത്തൊരു ടെൻഷൻ നമുക്ക് ഉണ്ടായിരിക്കും. മനസ്സിലൊരു നല്ലൊരു മൂഡിലായിരിക്കില്ല അന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തലേ ദിവസം ഒന്ന് വിചാരിച്ചാണല്ലോ ഇനി നല്ല ഒരു ഇതായിട്ട് പോകണമെന്ന്. അപ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് ഡേ ഫേസ് ഒരു ബിറ്റർ എക്സ്പീരിയൻസ് ഒക്കെ വരികയാണെങ്കിൽ നമ്മൾ അതിനെ ഒന്ന് നമ്മളെ മനസ്സിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാക്കിയിട്ട് ഫോർവേഡ് മൂവ് ചെയ്യാനുള്ള ഒരു മനസ്സിലൊരു തോട്ട് കൊണ്ടുവരണം. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നമുക്ക് ഈ റോഡിലൊക്കെ പോകുന്ന സമയത്ത് സിഗ്നൽസൊക്കെ കാണുമല്ലോ, ഇപ്പോൾ ബംപ് ഹെഡ് എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോഷ്യസ് ആയിട്ടിരിക്കുമല്ലേ. അപ്പോൾ ഈ സെക്കൻഡ് ചിലപ്പോൾ ഇങ്ങനെയാണെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഫേസ് ചെയ്യാനായിട്ട് നമ്മൾ റെഡി ആയിട്ട് പോകണം. അടുത്ത കാർഡ് ഡേ 3 ആണ്. ഏസ് ഓഫ് കപ്സ് ആണ്. അപ്പം അത് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഇത് നമുക്ക് വൈകാരികമായിട്ടോ സ്പിരിച്വലായോ ഒരു പുതിയ തുടക്കമാണ്. വൈകാരികമായിട്ട് അല്ലെങ്കിൽ ഇമോഷണലായിട്ടെന്ന് പറയുമ്പോൾ അത് പുതിയ ഒരു ബന്ധമായിരിക്കും, അല്ലെങ്കിൽ അതൊരു ഇന്നർ ഹീലിംഗ് ആയിരിക്കും. എന്തു തന്നെ ആയാലും അതിനെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കുക. അടുത്ത ഡേ 4 8 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇത് ഒരു സ്പീഡിൻ്റെ കുറച്ചുകൂടെ വേഗത്തിലുള്ള ഒരു കാർഡാണ്. എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടെ സ്പീഡായിട്ട് മുന്നോട്ട് പോകുന്നു. പെട്ടെന്നായിട്ട് സഡനായിട്ടൊരു ചേഞ്ച് നമ്മളിലുണ്ടാകും. അതായത് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്രതീക്ഷിക്കാതെ ഒരു യാത്ര, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ഒരു തുടക്കം, എന്തെങ്കിലും ഒരു പുതിയ ഒരു വെഞ്ചർ അങ്ങനെ ഒരു പുതിയ പെട്ടെന്ന് സഡനായിട്ടുണ്ടാകുന്ന ഒരു ചേഞ്ച്, ഒരു യാത്ര, ഒരു സന്ദേശം, അല്ലെങ്കിൽ ഒരു പുതിയ നീക്കം. അപ്പോൾ ഇങ്ങനെ പോകുന്ന ചേഞ്ചസിനെ നമ്മൾ എന്ത് ചെയ്യണം? സ്വീകരിക്കാനും ബുദ്ധിപൂർവ്വം വ്യക്തതയോടും കൂടി അതിന് റെസ്പോണ്ട് ചെയ്യാനും വേണ്ടി ഒരുങ്ങിയിരിക്കുക. അടുത്ത ഡേ 5 6 ഓഫ് വാൻസ് ആണ്. 6 ഓഫ് വാൻസിലെ ഫോട്ടോയിൽ കാണും പോലെ തന്നെ കാർഡിൽ കണ്ടില്ലേ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ വിജയം, അംഗീകാരം, സമൂഹത്തിൽ പ്രശംസ എന്നിവയെ കാണിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ നിങ്ങൾക്ക്
ഒരു വിജയവും നിങ്ങളുടെ അല്ലെങ്കിൽ ഒരു അംഗീകാരം നിങ്ങളുടെ ഒരു വർക്കിംഗ് എൻവയോൺമെൻറ്റിലോ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തികൾക്കൊക്കെ ഒരു ഫലം കിട്ടുന്നു, നല്ല അംഗീകാരം കിട്ടും, സമൂഹത്തിലൊരു പ്രശംസ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിന് സന്തോഷത്തോടെയും നന്ദിയോടെയും സ്വീകരിക്കാൻ തയ്യാറാകുക. ഡേ 6 5 ഓഫ് കപ്സ് ആണ്. അപ്പോൾ അത് കാണുമ്പോൾ അതൊരു നിരാശയുടെയും വ്യസനത്തിൻ്റെയും കാർഡാണ്. നഷ്ടപ്പെട്ടതിൻ്റെ ഒരു സങ്കടം മനസ്സിലുണ്ടാകുന്നു. അപ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ചിത്രത്തിൽ 3 കപ്പ് മറിഞ്ഞു കിടക്കുന്നതും 2 കപ്പും നിവർന്നിരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ അങ്ങനെ വിഷമിക്കേണ്ട, ഒരുപാട് ഡിസ്പറേറ്റ് ആവേണ്ട കാര്യമില്ല. ലൈഫെന്ന് പറഞ്ഞാൽ ഇങ്ങനെ എല്ലാ ദിവസങ്ങളും ഒരുപോലെ ഇരിക്കില്ലല്ലോ. ജീവിതം ഇങ്ങനെ ഒരു സിക്സാഗ് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഒരു പെൻഡുലം പോകും പോലെ സുഖവും ദുഃഖവും അങ്ങനെ മാറി മാറി വരും. അപ്പോൾ ചില ദിവസങ്ങൾ അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യത്തെ ദിവസം തീരുമാനിച്ച പോലെ തന്നെ ഈ ദിവസത്തിനെയും ഞാൻ ധൈര്യത്തോടെ നേരിടും. അങ്ങനെ ബെറ്റർ എക്സ്പീരിയൻസ് വന്നാലും നമ്മളതിനെ നേരിടുക നന്നായിട്ട്. അടുത്ത ലാസ്റ്റ് നമ്മൾ വീക്കെൻഡിലാണെങ്കിൽ ഈ ആഴ്ച അവസാനിക്കുന്നത് നല്ല പവർഫുള്ളായിട്ടുള്ളൊരു കാർഡായിട്ടാണ് ലവേഴ്സ് കാർഡ്. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങളിൽ ഒരു സുപ്രധാന തീരുമാനം നിങ്ങൾ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ ഹൃദയത്തെ കേൾക്കുക. ഫോളോ യുവർ ഹാർട്ട് വിത്ത് ക്ലാരിറ്റി. അങ്ങനെ അപ്പോൾ ലാസ്റ്റ് ഡേയിൽ അവസാന ദിവസം നല്ലൊരു കാർഡാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ എങ്ങനെയാണ് നമുക്ക് ഒരു ജഡ്ജ്മെൻറ്റിൽ നമുക്കൊരു ആത്മീയ ഉണർവ്, അടുത്തൊരു സ്പിരിച്വൽ ഇൻസൈറ്റ് ഉണ്ടാകുന്നു. 9 ഓഫ് വാൻഡ്സ് ആവശ്യപ്പെടും രണ്ടാമത്തെ കാർഡ്. ചലഞ്ചസൊക്കെ ഉണ്ടായാലും നമ്മളതിനെ ധൈര്യപൂർവ്വം നേരിടാനാണ് നമുക്കുള്ള ഒരു നമ്മൾ സൂചിപ്പിക്കുന്നത്. വൈകാരികമായൊരു തുടക്കം, അതാണ് ഒരു ന്യൂ ഇമോഷണൽ ബിഗിനിങ്, അതാണ് ഏസ് ഓഫ് കപ്സ്. അത് വരാൻ നമുക്ക് സാധ്യതയുണ്ട്. പിന്നെ അടുത്തത് പെട്ടെന്ന് തന്നെ ഒരു നല്ല ഡെവലപ്മെൻറ്റ്, അത് 8 ഓഫ് വാൻഡ്സ്. ആ ദിവസവും നിങ്ങളെ വളരെ ഊർജ്ജസ്വലരാക്കും. അടുത്തത് വിജയം വരുന്നത് 6 ഓഫ് വാൻഡ്സ്. പിന്നെ ഒരു ദുഃഖാനുഭവം 5 ഓഫ് കപ്സ്. ഈ ആഴ്ചയുടെ അവസാനം ഒരു ഗൗരവമേറിയ ഒരു തീരുമാനം, ലവേഴ്സ് കാർഡ്, അതെടുക്കേണ്ടി വരും. അപ്പം നമ്മൾ ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? പഴയതെല്ലാം വിട്ടുപോകുന്നു, വർത്തമാനകാലത്തെ നമ്മൾ ശക്തിയോടെ നേരിടുന്നു, ഹൃദയത്തിൽ നിന്ന് നല്ല തീരുമാനമെടുത്ത് സ്നേഹത്തോടെ മുന്നോട്ട് പോകുന്നു. ഇത്രയുമാണ് ഈ വരുന്ന ആഴ്ചയിലേക്കുള്ള റീഡിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ തിരികെ വരും. അതുവരെ എല്ലാവർക്കും ഒരു നല്ല ആഴ്ച നേരുന്നു.